ഈ ADHD കുട്ടികളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അത് മുതിർന്നവരിലും വരാം എന്നുള്ളതാണ്. ഇത് അത്ര കോമൺ ആണോ എന്ന് ചോദിച്ചെന്നാൽ ഒരു 10% കുട്ടികളിലെങ്കിലും ഇതുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികളിൽ അമിതമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ചെറിയ സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുക, എന്തെങ്കിലും ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയെന്നാലും അത് വെച്ചിട്ട് ശ്രദ്ധയോടെ കളിക്കാനായിട്ടോ ഏകാഗ്രതയോടെ ഒരു കാര്യം ചെയ്യാനോ പറ്റാതെ വരിക, ആരെന്ത് പറഞ്ഞാലും കേൾക്കുകയില്ലാത്ത ഒരവസ്ഥ, അതുപോലെ പോൺ സൈറ്റുകൾ കാണാനും ലഹരി ഉപയോഗം തുടങ്ങാനും ഒക്കെയുള്ളൊരു ടെൻഡൻസി കൂടുക, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ പെട്ടെന്ന് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, ചിലപ്പോൾ വീടിന് തീ പിടിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക, ഓടിച്ചാടി പോകുന്നതിൻ്റെ ഇടയിൽ സാധനങ്ങളൊന്നും കണ്ടില്ല എന്ന് വരും, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് വരും. എപ്പോഴും അച്ഛനും അമ്മയും പറയുന്നതിനോട് ധിക്കാരപരമായിട്ടുള്ളൊരു പെരുമാറ്റമോ, ഈ തെറ്റുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടല്ല, അത് അറിയാമെങ്കിലും അത് എടുത്തെഴുതുമ്പോഴത്തേക്കും മാറിപ്പോവുക, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് ഒട്ടുമേ കേൾക്കാത്ത വേറെ ഏതോ ലോകത്തിലിരിക്കുക, പെട്ടെന്ന് പേര് വിളിക്കുമ്പോഴത്തേക്കും ഞെട്ടി ഉണരുക, ഉറക്കക്കുറവുണ്ടാവുക, പെരുമാറ്റ വൈകല്യങ്ങളുണ്ടാവുക, പലപ്പോഴും ഈ മുതിർന്നവരുടെ കുളിമുറിയിലെത്തി നോക്കുക, അതുപോലുള്ള സെക്ഷുവലായിട്ടുള്ള അധമ വിചാരത്തിലേക്കും അങ്ങനെയുള്ള വികാരങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആകാതിരിക്കുക, പലപ്പോഴും ഒരു ഫെറ്റിഷ് നേച്ചർ, മറ്റുള്ളവരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയി പുറത്തിടുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസും ചില കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളിൽ പെരുമാറ്റ വൈകല്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കാൻ നല്ല കഴിവുണ്ടാകും, നല്ല ബുദ്ധിയും നല്ല ഐക്യവും ഒക്കെ ഉണ്ടാകും. നമുക്കറിയാം ഫഫ തന്നെ എത്രയോ കഴിവുള്ള ഒരു നടനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ പഠിക്കാനുള്ള കഴിവുകളല്ലാതെ ചിലപ്പോൾ വേറെ മറ്റ് കഴിവുകളും ഉണ്ടാകും. ഈ അഭിരുചികളെ കണ്ടെത്താനും അതിലേക്ക് കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകാനും നമുക്ക് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിന് ഫാർമക്കോളജിക്കൽ ആൻഡ് നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നോൺ ഫാർമക്കോളജിക്കൽ, അതായത് മരുന്ന് ഉപയോഗിക്കാതെയുള്ള സൈക്കോ തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT എന്ന് പറയുന്നത് ഈ സൈക്കോളജിയിലെ തന്നെ സൈക്കോ തെറാപ്പിയുടെ തന്നെ ഏറ്റവും നൂതനമായൊരു സങ്കേതമാണ്. നമ്മൾ വിചാരിക്കും ഈ സൈക്കോ തെറാപ്പി എന്നൊക്കെ പറയുന്നത് മരുന്നില്ലാതെ എന്ത് ചികിത്സയാണ്, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്ന്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ അനുഭവം തന്നെ അതിൻ്റെ കൂടെ പങ്കുവയ്ക്കേണ്ടി വരും. ഈ കുട്ടി എന്നും മാതാപിതാക്കന്മാരുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കുക, ഈ ഗെയിമിങ്ങിന് ഭയങ്കര അഡിക്റ്റായി പോവുകയും ഗാഡ്ജറ്റ്സ് വാങ്ങാൻ, ഇതിൻ്റെ ഗിയർ വാങ്ങാൻ വേണ്ടി അവരുടെ ATM കാർഡ് മോഷ്ടിച്ച് എന്ന് തന്നെ വേണം പറയാനായിട്ട്, അവർ 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്ത് ഇതിൻ്റെ ഗിയേഴ്സ് വാങ്ങിച്ച് അത് വെച്ച് കളിക്കുകയും ഇവരത് കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും വാതിൽ തല്ലിപ്പൊളിക്കുന്നത് പോലെ, ഇപ്പം വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് അച്ഛനും അമ്മയും സമാധാനമായിട്ടിരിക്കാമെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ കുട്ടിയെ സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്കൂളിലേക്ക് മാറ്റുകയും അവന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അതിന് ചെറിയ ചില മരുന്നുകളും ചില വൈറ്റമിൻ സപ്ലിമെൻറ്റ് പോലും കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് omega-3, വൈറ്റമിൻ E, L-കാർണിറ്റിൻ, ജിങ്കോ ബൈലോബ തുടങ്ങിയ മരുന്നുകളും ഈ ഉറക്കം പ്രോപ്പറാകാനും അങ്ങനെയുള്ള മരുന്നുകളും കൂടി അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുവഴി നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തുകയും അവൻ നല്ല മിടുമിടുക്കനായിട്ട് പഠിക്കുകയും, ഇപ്പോൾ ആളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, നമ്മുടെ ലാപ്ടോപ്പുകളും ഒക്കെ സർവീസ് ചെയ്യുന്നതും അതിൻ്റെ ഹാർഡ്വെയർ ആണ് അവന് കൂടുതൽ ഇഷ്ടം, അതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതുമൊക്കെ അവൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുട്ടികളിലുണ്ടാവുകയും അത് മുതിർന്നവരാകുമ്പോഴും അത് അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ക്രമരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ലഹരിക്ക് പെട്ടെന്ന് അടിമപ്പെട്ടു പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം കഞ്ചാവ്, MDMA, ഇപ്പോൾ പുകവലി, ഡ്രിങ്കിങ് ഹാബിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ദുശീലങ്ങളായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ പുതിയ പിള്ളേർക്ക് ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും സുലഭമായി കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ലഹരി വസ്തുക്കൾക്കും അടിമയായി പോവുക, ഒരു തരത്തിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ വരിക, അവർക്ക് ജീവിതത്തിനൊരു ലക്ഷ്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ വരിക, ജോലി ചെയ്യുന്ന സമയത്ത് അത് പൂർത്തിയാക്കാൻ പറ്റാതെ വരിക, ഏകാഗ്രതയോടെ ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പൂർത്തിയാക്കാനോ കംപ്ലീറ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ,
ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ടെൻഷൻ, ഡിസ്ട്രെസ്സ്. ഈ മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ട് തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളും വരും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അതുപോലെ ബാക്കിയുള്ളവരോട് എല്ലാം ഭയങ്കര ദേഷ്യം കാണിക്കുക, സന്ദർഭത്തിന് ഒട്ടും ഉചിതമല്ലാത്ത രീതിയിൽ പെരുമാറുക, പലപ്പോഴും ദേഹോപദ്രവം പോലെയുള്ള അബ്യൂസുകളിലേക്ക് കടക്കുക തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ കൂടെയാണ്. ഇങ്ങനെ ഉള്ളവരെ കൂടെ താമസിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള സൈക്കോ തെറാപ്പി, നോൺ ഫാർമക്കോളജിക്കലായിട്ടുള്ള ബിഹേവിയർ തെറാപ്പികളൊക്കെയാണ്. അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. പ്രത്യേകിച്ചും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി അതിനെക്കുറിച്ച് പഠിക്കണം. സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. സൈക്കോളജി എന്ന് പറയുന്നത് ഡോക്ടർ ആവണമെന്നില്ല. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ PG, അതിൽ MSc സൈക്കോളജി ഉണ്ട്, അതുപോലെ MPhil ഉണ്ട്. MPhilന് ശേഷം PhD ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരും ഡോക്ടർ എന്ന പ്രിഫിക്സോട് കൂടി തന്നെയായിരിക്കും അറിയപ്പെടുക. പക്ഷെ അവർ മരുന്ന് കുറിക്കാറില്ല. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞ് MD സൈക്യാട്രി ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടെന്നാൽ മാത്രമേ ഇതിന് മരുന്നുകളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഇതിനുള്ള കൗൺസിലിങ്, അതുപോലെ മെഡിറ്റേഷൻ, മറ്റ് യോഗ തെറാപ്പികൾ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പിന്നെ ഇതിന് ജേർണലിംഗ് എന്ന് പറയുന്ന നമ്മുടെ തോട്ട്സ് റെക്കോർഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുക. ഇതെല്ലാം സൈക്യാട്രിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സൈക്കോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT. എൻ്റെ PhDയുടെ തീസിസ് ടോപ്പിക്ക് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചായിരുന്നു. അത് ടൈപ്പ് 2 ഡയബറ്റിസ് പേഷ്യൻസിൽ മരുന്നില്ലാതെ എത്ര കണ്ട് HbA1c ലെവലിൽ കുറവ് വരുത്താം എന്നുള്ളതായിരുന്നു എൻ്റെ PhD ടോപ്പിക്ക് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള തെറാപ്പികൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ കൊണ്ടുവരുത്താൻ പറ്റുമെന്നുള്ളതാണ്. മെൻ്റൽ സ്ട്രെസ്സ് അത് ചെറുപ്പക്കാരെ മാത്രമല്ല, അത് മുതിർന്നു കഴിഞ്ഞാലും അഡൾട്ട്സിനെയും അത് പലതരത്തിൽ അഫക്റ്റ് ചെയ്യും. പലപ്പോഴും പല ക്രൈംസിനും, ഇപ്പോൾ അത് സൂയിസൈഡ് ആണെങ്കിലും മർഡർ ആണെങ്കിലും ഒക്കെ, അതിനെല്ലാം പിന്നിൽ ഇതുപോലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് വഴിതെളിക്കാറുണ്ട്. എന്ത് ക്രൈം ആണെങ്കിലും അതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഉണ്ടാവണമെങ്കിൽ, ക്രിമിനൽ ജനിക്കണമെങ്കിൽ അവർക്ക് പലപ്പോഴും ബിഹേവിയറൽ പ്രോബ്ലംസിൽ നിന്നാണ് ഇത് ഉടലെടുക്കുക. നമുക്കറിയാം, ഹിറ്റ്ലറിനെ പോലുള്ള ഒരുപാട് കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള ആൾക്കാർ തന്നെ അവരുടെ ചെറുപ്പകാലത്ത് അവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന പല മാനസിക പ്രശ്നങ്ങളുമാണ് അവരെ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആക്കി മാറ്റിയത് എന്നുള്ളത്. അത് പലപ്പോഴും ഹിറ്റ്ലറിൻ്റെ ജീവിത കഥയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ചരിത്രത്തിലോട്ട് പിന്തിരിഞ്ഞ് നോക്കിയെന്നാൽ ഇത്തരത്തിലുള്ള ജീനോസൈഡൊക്കെ നടത്തിയിട്ടുള്ള പല ആൾക്കാരും ഇങ്ങനെയുള്ള ചെറുപ്പകാലത്തുണ്ടായിരുന്ന ബിഹേവിയറൽ പ്രോബ്ലംസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈംസ് ഉണ്ടാകാതിരിക്കാനും നമ്മുടെ തന്നെ ജീവിതം മെച്ചപ്പെടുത്താനും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരാനും നല്ല പൗരന്മാരാകാനും ഇതുപോലുള്ള പ്രശ്നങ്ങളെ നേരത്തെ തന്നെ കണ്ടറിയുക. ലേണിംഗ് ഡിസബിലിറ്റീസും അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ, ഇതിനൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ആ സ്റ്റിഗ്മ മാറ്റി വെച്ച് നമ്മൾ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ അതിന് ശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ല മാനസിക ശാരീരിക ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.